ജയം അതിനേക്കാൾ വലിയൊരു ലഹരിയില്ല. വാലിബ, ജയം അത് നിനക്കൊരു ലഹരിയായിരിക്കണം. എല്ലാവരെയും പോലെ ഞാനും ആ ലഹരിയിൽ മതിമറന്നാൽ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി കണ്ടെത്താൻ കഴിയില്ല. ഈ വീഡിയോ എൻ്റെ പ്രീവിയസ് വീഡിയോസിനൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് എൻ്റെ പ്രീവിയസ് വീഡിയോസിലെല്ലാം ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വൈ ദിസ് ഫിലിം ഈസ് ബ്രില്യൻറ്റ് എന്ന് പറയാൻ തുടങ്ങുന്നത്. ബട്ട് വാലിബിൻ്റെ കാര്യത്തിൽ ചെറിയ ചേഞ്ച് ഉണ്ട്. വൈ ദിസ് ബ്രില്യൻറ്റ് ഐഡിയ ഫെയിൽ ടു കണക്ട് എന്നാണ്. വാലിബിൻ്റെ കഥ എന്ന് പറയുന്നത് വളരെ സിമ്പിളായ ഒന്നാണ്. മലൈക്കോട്ടെ വാലിബ് എന്നൊരു മല്ലൻ നാട് നീളെ പോയി ഓരോരുത്തരുമായി മല്ലിട്ട് ജയിക്കുന്നു. പോയി താൻ വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു പോരിൽ എത്തിപ്പെടുന്നു. സിനിമയിലെ ക്ലൈമാക്സ് പോർഷൻ തുടങ്ങുന്നതിന് മുമ്പ് ബലം കൊണ്ട് വെല്ലാൻ കഴിയാത്ത പോരുകളുണ്ട് എന്ന് പറഞ്ഞാണ് ആ എപ്പിസോഡ് തുടങ്ങുന്നത്. വാലിബൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരു മല്ലരായിട്ടുള്ള യുദ്ധമല്ല, മറിച്ച് വളരെ ഇമോഷണലായ ഒരു കോൺഫ്ലിക്റ്റാണ്. പിന്നിൽ നിന്നായാലും മുന്നിൽ നിന്നായാലും ചതി ജയിച്ച ചരിത്രമുണ്ടോ എന്ന് ചോദിച്ച വാലിബൻ ചതിയിലൂടെ തന്നെ തകരുന്നു. കണ്ടത് നിജമെന്ന് പറഞ്ഞിരുന്ന അയാളോട് അയാളുടെ അമാനുഷികനായ അച്ഛൻ അവസാനം പറയുന്നു, കണ്ടത് പോയി. ബേസിക് അതിങ്ങനെയാണെങ്കിലും ഈ സിനിമ സബ് ടെക്സ്റ്റായി പറഞ്ഞു പോകുന്ന ഒരുപാട് ഫിലോസഫിക്കൽ ഐഡിയാസ് ആൻഡ് റെഫറൻസസ് ഉണ്ട്. ചിത്രത്തിലുടനീളം വാലിബിനെ ഒരു ട്രാജിക് ഹീറോ ആയിട്ട് അവതരിപ്പിക്കാനുള്ള ശ്രമം കാണും. മാതങ്കയെ വിട്ടു വരുമ്പോഴും ഓരോരോ പോര് കഴിയുമ്പോഴും അയാൾക്ക് ആരുമില്ല, അയാൾക്ക് ഇനി നേടാൻ ഒന്നുമില്ല എന്ന ചിന്ത അയാളെ വല്ലാതെ അലട്ടുന്നുണ്ട്. ആശാനെ, എനിക്കിനി ജയിക്കാൻ എന്താണുള്ളത്? അയാളുടെ കഴിവുകൾ തന്നെയാണ് അതിന് കാരണം എന്ന് അയാൾ ഒരു പോയിന്റിൽ മനസ്സിലാക്കുന്നുണ്ട്. വാലിബിൻ്റെ ക്യാരക്ടർ മഹാഭാരതത്തിലെ കർണനിൽ നിന്നും വളരെ ഇൻസ്പയർഡ് ആണ്. സൂര്യദേവന് കുന്തിദേവിയിൽ ഉണ്ടായ മകനാണ് കർണൻ. കർണൻ ജനിക്കുന്നത് കവചകുണ്ടലങ്ങളോടുകൂടിയാണ്. അവനെ ആ കുണ്ടലം ഉള്ളിടത്തോളം കാലം ആർക്കും കൊല്ലാൻ പറ്റില്ല എന്നൊരു വരവും സൂര്യദേവൻ കൊടുത്തിരുന്നു. കൈക്കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കുന്തിദേവി ഉപേക്ഷിച്ച അവനെ ഹസ്തിനപുരിയിലെ തേരാളിയായ അധിരൻ രക്ഷപ്പെടുത്തുകയും പിന്നീട് അയാളുടെ മകനെ വളർത്തുകയാണ് ചെയ്തത്. മാമലകളോട് ജയിക്കേണ്ടവൻ, കൊടുങ്കാറ്റിനോട് പോരാടേണ്ടവൻ, എന്റെ ലക്ഷ്യത്തെ നിറവേറ്റേണ്ടവൻ, അത്ഭുത പിറവി. കർണന്റെ കഥകളിലെ പല എലമെന്റ്സും നമുക്ക് വാലിബനിൽ കാണാം. കുണ്ടലവും അസ്തിത്വമില്ലായ്മയും എല്ലാം വാലിബനിലും ഉണ്ട്. വാലിബിന് കൊടുത്തിരിക്കുന്ന കോസ്റ്റ്യൂം അത് ബുദ്ധന്റെ വസ്ത്രത്തിനോട് സാമ്യമുള്ള ഒന്നാണ്. അയാൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും എല്ലാം രണ്ട് കൈയും മുന്നിൽ കെട്ടിയാണ് നിൽക്കുന്നത്. ഇതെല്ലാം ഈ സിനിമയിലെ ഫിലോസഫിക്കൽ സൈഡ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ അവസാനം ഇനി നിജം എന്തെന്ന് നീ അറിയും എന്ന് ആശാൻ പറയുമ്പോൾ ഇന്നലെ വരെ കൂടെ നിന്നവർ ഇന്നില്ലാതാവുന്നതിനേക്കാൾ വലിയ നിജം എന്താണെന്ന് വാലിബൻ ചോദിക്കുന്നുണ്ട്. എൻ്റെ ആ ഷോട്ടിൽ ബുദ്ധന് ജ്ഞാനോദയം ഉണ്ടായപ്പോൾ ഉണ്ടായ പോലെ ഒരു സൂര്യ വെളിച്ചം വാലിബന്റെ തലയ്ക്ക് പിന്നിലും ഉണ്ടായിരുന്നു. തായും തന്തയും ബന്ധുമിത്രാദികളും ഇല്ലാത്ത ഒറ്റയാണ് യോദ്ധാവെന്ന് അറിയുന്നതിനേക്കാൾ വലിയ എന്ത് നിജമാണ് ഈ ഭൂമിയിലുള്ളത്? ഈ സിനിമ ഉടനീളം 80s, 90s, സ്പാഗറ്റി വെസ്റ്റേൺ, ബോളിവുഡ് സിനിമകളുടെ ഒട്ടേറെ റെഫറൻസസ് കൊടുത്തിട്ടുണ്ട്. ഓപ്പണിംഗ് ഷോട്ട് ദ ഗുഡ് ബാഡ് ആൻഡ് ദി അഗ്ലി, ടൈറ്റിൽ ക്രെഡിറ്റ്സിൻ്റെ റെഫറൻസ് ജാങ്കോ അൺചൈൽഡ് എന്നാണ്. ഷോലയിലെ മെഹബൂബ സോങ്, ഭാഷയിലെ കൊഞ്ചം മങ്കേ പാർ കണ്ണ എന്ന് തുടങ്ങി എന്നാൽ തോമം മുടി ഒന്ന് നീട്ടി വളർത്തും, എസ് സോമം മുളക്കി ചിരക്കൻ എന്ന് പറയുന്ന സ്പടിയത്തിലെ ഡയലോഗ് വരെ റെഫറൻസസ് ആയി സിനിമയിലുണ്ട്. എങ്കിൽ നിന്റെ മുടി മുളയ്ക്കാൻ ഞാൻ കാത്തിരിക്കും ചമതക. പടത്തിൽ മ്യൂസിക്കും ഒരു പ്രധാന സ്റ്റോറി ടെല്ലിംഗ് എലമെൻ്റാണ്. ഓരോ ക്യാരക്ടേഴ്സിനും അവരുടെ ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സിനും ഓരോ പീസ് ഓഫ് മ്യൂസിക് പ്രസൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഈ BGM നമ്മൾ ആദ്യമായി കേൾക്കുന്നത് ഈ സീനിലാണ്. നമ്മുടെ യാത്ര ഇനി കൂടുതൽ കഠിനമാകും. ഒരു പെണ്ണ് വന്ന കൂടും കുടുക്കയൊക്കെ വേണ്ടിവരും. പോരുകാളകൾക്ക് ഇതൊന്നും പറഞ്ഞിട്ടുള്ളതല്ല. ഈ ഒരു മ്യൂസിക് വാലിബിന് ഇന്ന ടേമുകളിൽ കാണിക്കാനുള്ള ഒരു പീസ് ഓഫ് മ്യൂസിക്കാണ്. ഇത് ചിത്രത്തിന് പല സ്ഥലങ്ങളായിട്ട് ഉപയോഗിച്ചായിട്ടും നമുക്ക് കാണാം. അതുപോലെ ചമതകന് കൊടുത്തിരിക്കുന്ന ആ ഒരു സ്നേക്ക് ഹിസ്സിങ് സൗണ്ട് അത് ആശാൻ സ്വപ്നത്തിന് എണീക്കുമ്പോൾ നമുക്ക് കേൾക്കാം. അയാളിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി മ്യൂസിക് കൊണ്ട് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ആശാന്റെ അവസാന മോണോലോഗിൽ ചമതകനെയും ആശാനെയും ഒരു മിറർ ഇമേജായി കാണിക്കുന്നുണ്ട്. ഈ സമയത്ത് ആശാന്റെ ചിരി ചിത്രത്തിലുടനീളമുള്ള ചമതകന്റെ ചിരി പോലെ തന്നെയാണ്. മകനും തമ്മിൽ
അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാവുന്ന പല ഡീറ്റെയിൽസ് സിനിമയിലുണ്ട്. ലൈക്ക് കോട്ടയിലെ ആക്ഷൻ ബ്ലോക്കിൽ പോർച്ചുഗീസുകാരെ എല്ലാം ആദ്യം ലോ ആംഗിളിൽ മാത്രമേ കാണിക്കുള്ളൂ. ബിക്കോസ് അവർ അത്രയും പവർഫുൾ ആണെന്ന് കാണിക്കാനാണ് ലോ ആംഗിൾ ഷോട്ട്സ് യൂസ് ചെയ്യുന്നത്. എന്നാൽ അടിമകളായ നാട്ടുകാരെ എല്ലാം ഹൈ ആംഗിൾ ഷോട്ട്സ് എന്നും ആണ് കാണിക്കുന്നത്. എന്നാൽ ആ ഫൈറ്റിന് അവസാനം പോർച്ചുഗീസ് പട്ടാളം മുകളിലേക്ക് നോക്കുമ്പോൾ ഉയരത്തിൽ അടിമകൾ നിൽക്കുന്നതായിട്ട് കാണാം. അവിടെ നിന്നാണ് പോർച്ചുഗീസുകാരെ തോപ്പിച്ച ആ കോട്ട തകർന്നു തുടങ്ങുന്നത്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോഴും ഈ സെഗ്മെന്റ്സ് തമ്മിലൊരു കണക്ഷൻ കുറവ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ സിനിമയുടെ കുഴപ്പവും. വാലിബിന് വിത്തൗട്ട് എനി ക്വസ്റ്റ്യൻ നമുക്ക് കണ്ട് പരിചയമില്ലാത്തൊരു ടെറൈനിലുള്ള അങ്ങനൊരു വിഷ്വൽ ലാംഗ്വേജുള്ള സിനിമയാണ്. ഈ സിനിമയുടെ സിനിമോഗ്രാഫി, ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, സൗണ്ട് ഡിസൈൻ എല്ലാം ടോപ്പ് നോച്ച് ആണ്. മോസ്റ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് പെർഫോമൻസ് ഓൾസോ റിയലി ഗുഡ്. എസ്പെഷ്യലി ലാലേട്ടൻ്റെ പെർഫോമൻസ് വളരെ 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 എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്റ്റിൽ ഈ എലമെൻറ്റ്സ് എല്ലാം സെപ്പറേറ്റ്ലി അപ്രീഷിയബിൾ ആണെങ്കിലും സിനിമയുടെ ടോട്ടൽ ഫ്ലോയിൽ അത് അത്ര കണ്ട് വർക്ക് ആയില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഒരു ട്രാജിക് ഹീറോയെ വെസ്റ്റേൺ സിനിമ പോലെയുള്ള ഒരു കുറച്ച് സ്റ്റൈലൈസ്ഡ് ആയ ഒരു ജോണറിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഒരു ടോട്ടൽ തീം മിസ്മാച്ച് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഒരു ട്രാജിക് ഹീറോയോട് തോന്നുന്ന എംപതി നമുക്ക് വാലിബിനോട് തോന്നുന്നില്ല. അയാളുടെ ഇന്നർ ടേമേഴ്സ് എല്ലാം വളരെ പാസീവായി മാത്രം സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. എപ്പിസോഡിക്കൽ കഥ വരച്ച രീതി മിക്കവാറും എല്ലാ സ്പെഗറ്റി വെസ്റ്റേൺ സിനിമകളും അല്ലാത്ത സിനിമകളും പിന്തുടർന്ന് കണ്ടിട്ടുള്ള ഒരു രീതിയാണ്. പക്ഷേ ഈ സിനിമകളിലെല്ലാം ഒരു മെയിൻ കോൺഫ്ലിക്റ്റ് എന്താണെന്നുള്ളത് ആദ്യമേ നമുക്ക് വ്യക്തമായി മനസ്സിലാവും. ദ ഗുഡ് ബാഡ് ആൻഡ് ദി അഗ്ലി ആയാലും, ജാങ്കോ അൺചൈൽഡ് ആയാലും, അൺഫോർഗിവൻ ആയാലും, ഷോലെ ആയാലും എല്ലാം പടത്തിൻ്റെ മെയിൻ കോൺഫ്ലിക്റ്റ് എന്താണെന്ന് മിഡ് പോയിന്റിന് മുമ്പ് നമുക്ക് മനസ്സിലാവും. അവിടേക്കാണ് ഈ സിനിമ സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവും. എൻ്റെ സിനിമ അതിലോട്ട് ബിൽഡായി അതിനൊരു വലിയ ക്ലൈമാക്റ്റിക് ഇവൻ്റ് ഉണ്ടാവുന്നു. അത് സാറ്റിസ്ഫൈ ആകുമ്പോഴാണ് സിനിമ വർക്കാവുന്നത്. പക്ഷെ വാലിബൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നിയത് മലക്കോട്ടെ വാലിബൻ സിനിമയുടെ ഏറ്റവും മെയിൻ കോൺഫ്ലിക്റ്റ് റിവീൽ ആവുന്നത് പടം തീരുന്നതിന് ഒരു 20-30 മിനിറ്റ് മുമ്പ് മാത്രമാണ്. അവിടെ വെച്ച് അങ്ങനെ ഒരു റിവീൽ ഉണ്ടാകുമ്പോൾ ആ ഒരു ട്വിസ്റ്റിനോട് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. പല ഫിലോസഫിക്കൽ ലെയേഴ്സ്, ഓൾഡ് ഫിലിം റെഫറൻസസ് എല്ലാം ഉണ്ടെങ്കിലും അത് സിനിമയുടെ കഥയെ അല്ലെങ്കിൽ അതിൻ്റെ ഒഴുക്കിനെ സഹായിക്കുന്നില്ലെങ്കിൽ അത് എന്തിനാണെന്നൊരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നി. അതിനോട് ചേർത്ത് വരുന്നതാണ് പടത്തിലെ ഫൈറ്റ് സീക്വൻസസ്. LGP ഒബ്വിയസ്ലി പഴയ സിനിമയിലെ ക്രാങ്ക് ചെയ്തെടുക്കുന്ന ഷോട്ട്സ് പോലെ സ്റ്റാറ്റിക് ഷോട്ട്സ് എല്ലാം യൂസ് ചെയ്തിട്ടാണ് ഫൈറ്റ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫൈറ്റ് എല്ലാം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ പോയി എന്നാണ് എനിക്ക് തോന്നിയത്. സെക്കൻഡ് ഹാഫിലെ കോട്ടയിലെ ആക്ഷൻ സീക്വൻസിൽ ചില പോർഷൻസ് ഒഴിച്ച് നിർത്തിയാൽ ബാക്കി എല്ലാ ഫൈറ്റിലും ആ ഒരു ഓൾഡ് സ്കൂൾ ആക്ഷൻ ഐഡിയ ഓഡിയൻസിലേക്ക് ലാൻഡ് ആവുന്നില്ലായിരുന്നു. പക്ഷേ പടത്തിൽ ഓൾറെഡി അൾട്രാ സ്ലോമോ ഷോട്ട്സ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് ഫൈറ്റിലേക്കും കൂടി ഇൻക്ലൂഡ് ചെയ്ത് പ്രോപ്പർ ഫൈറ്റ് സീക്വൻസായി കമ്പോസ് ചെയ്തിരുന്നെങ്കിൽ അത് വാലിബൻ എന്ന ക്യാരക്ടറിനെ അയാളുടെ സ്കില്ലുകളെ ഒന്നും കൂടി എൻഹാൻസ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. അതുപോലെ റാക്ക് സോങ്ങിൻ്റെ പ്ലേസ്മെൻറ്റ് അതും എനിക്ക് തീരെ വർക്കായില്ല. മേ ബി ഈ സിനിമ 6 മണിക്ക് ഫാൻ ഷോ എന്ന് വെച്ച് കാണേണ്ട സിനിമയല്ലായിരുന്നു. അങ്ങനെ ആൾക്കാർ കണ്ടിരുന്നില്ലെങ്കിൽ ഈ സിനിമയ്ക്ക് കിട്ടിയ അത്രയും ഒരു ഹെയ്റ്റ് സിനിമയ്ക്ക് കിട്ടില്ലായിരുന്നു എന്നെനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഇതൊരു മോശം സിനിമയാണെന്ന് എനിക്ക് എപ്പോഴും പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇതൊരു മികച്ച ഗംഭീര സിനിമയാണെന്നും എനിക്ക് പറയാൻ പറ്റില്ല. സിനിമ കണക്ട് ആയവരുണ്ടോ അല്ലാത്തവരും ഉണ്ടാവും. പക്ഷേ ആസ് എ LJP ഫാൻ ആൻഡ് മോർ ഓവർ ഡൈ ഹാർഡ് മോഹൻലാൽ ഫാൻ ഐ വാസൻ സാറ്റിസ്ഫൈഡ് വിത്ത് മലക്കോട്ടെ വാലിബൻ. സോ നിങ്ങൾ ഇത്രയും കേട്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമ്മുടെ ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എല്ലാവരോടും താങ്ക്സ് പറയുന്നു. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.